എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോ കൂടാതെ അനുവിന്റെ കയ്യിൽ അപ്പൊ ഏതായാലും അനുമോളുടെ കല്യാണം കഴിഞ്ഞു, എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നപ്പോഴത്തേക്കും അനീഷിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഞാനത് കേൾപ്പിച്ചു തരാം. മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് ഇന്ന് നടന്നത്. അപ്പൊ എന്തായാലും ഗുരുവായൂർ വെച്ചായിരുന്നു അനുമോളുടെ വിവാഹം നടന്നത്. അനുമോളെ താലി കെട്ടുന്ന ആ ഒരു രംഗം നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. നമുക്ക് എന്തായാലും അനുമോളുടെ വിവാഹം, താലി കെട്ടുന്ന ആ ഒരു രംഗം കണ്ടിട്ട് വരാം. അപ്പൊ അനുമോളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോ ആ വിവാഹ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ അനുമോൾക്ക് എതിരെ ഇപ്പൊ സൈബർ അറ്റാക്ക് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് കാര്യം. അനീഷിനെ ചതിച്ചവളല്ലേ അനുമോൾ എന്നുള്ള രീതിയിലാണ് കമന്റുകൾ വരുന്നത്. അനുമോള് അനീഷിന് ഒരുപാട് സ്നേഹം കൊടുത്തു എന്നിട്ട് ചതിച്ചു എന്നുള്ള രീതിയിലാണ് കൂടുതലും കമന്റുകൾ വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി ചിരിച്ച് സംസാരിച്ചു, ഒരാണിനോട് ചിരിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പ്രണയം ആകുമോ? എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കും. ചിരിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ അത് പ്രേമമാകുമോ? അനീഷിനോട് എനിക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് കറക്റ്റ് ആണ്. നമ്മൾ പൊതുവേ കാണുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചിരിച്ച ഒരാളോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അത് പ്രണയത്തിലേക്ക് കാണുന്നവരൊക്കെ അയ്യോ അവർ തമ്മിൽ പ്രേമം എന്ന് വിചാരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. പിന്നെ അനീഷ് എന്തായാലും കല്യാണത്തിന് ചെന്നിട്ടില്ല. അനീഷിന് ചിലപ്പോൾ കല്യാണം വിളിച്ചു കാണത്തില്ല, അതായിരിക്കും പോകാഞ്ഞത്. അപ്പൊ എന്തായാലും ആ താലി കെട്ടുന്ന ദൃശ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് നമ്മളിപ്പോ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് വീട്ടമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, പിന്നെ ചേച്ചിമാരുണ്ട്, ഈ അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കാത്തിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. കുറെ പേര് സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യും, അനുമോളുടെ ഈ വിവാഹത്തിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ, വിവാഹത്തിനെ കുറിച്ച് വല്ലതും സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന കുറെ പേരുണ്ട്. അനീഷിനെ അനുകൂലിക്കുന്നവർക്കൊക്കെ ഭയങ്കര ദേഷ്യമുള്ള ദിവസമായിരിക്കും ഇത്. എന്തായാലും അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും ഇത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അനീഷ് അനുമോളെ സ്നേഹിച്ചിട്ടുണ്ട്, സിൻസിയർ ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അത് വൺ വേ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പൊ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലിംഗ്, ഈ ഒരു അവസ്ഥയിൽ അനീഷിന് ഭയങ്കര വിഷമമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അപ്പൊ ലൈഫ് പാർട്ട്ണർ ആയിട്ട് അനുമോളെ വേണമെന്ന് അനീഷ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത് സംഭവിച്ചില്ല. അല്ലാതെ എന്ത് പറയാനാണ് അത്. എന്താണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അനുമോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അനീഷിനെ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ഇന്ന് അനീഷ് പൊട്ടിക്കരയും ചിലപ്പോൾ. അത്രയും ചങ്ക് പെടയുന്ന ഒരു ദിവസമായിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ
അനുമോളുടെ ചോയ്സ് ആയിരുന്നു അനുമോൾക്ക് വേറെ വിവാഹം കഴിക്കണം. അനീഷിനെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. എന്തായാലും ഒരു പെൺകുട്ടി വിചാരിക്കുന്നത് എന്തുവാ, ലൈഫ് ലോങ് മരണം വരെ ജീവിക്കേണ്ട ആളാണ്. അപ്പം അതിന് നമ്മൾ പെട്ടെന്ന് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അയാളെ കയറി കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അനുമോൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾ വന്നാലല്ലേ അനുമോൾക്ക് ഓക്കെ പറയാൻ പറ്റത്തുള്ളൂ. അനുമോളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അനീഷിനോട് പറയാനുള്ള ഒന്നാണ്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. കുറെ നാൾ കഴിയുമ്പോൾ എല്ലാം സെറ്റായി വരും. ഈ ഒരു എന്താണ്, ഈ സമയം കടന്നു പോകുന്നല്ലേ. അപ്പൊ അനീഷിനോടും അനുമോളോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട്. അതിന് അവരുടെ മറുപടി എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. അനീഷിന്റെ കല്യാണം ഉടനെ ഉണ്ടാകുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അനീഷിന്റെ കല്യാണം ഉടനെ ഉണ്ടാകുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അനുമോളുടെ അനീഷിന്റെ കല്യാണം ഉടനെ ഉണ്ടാകുമോ എന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അനുമോളെ അനീഷ് ഇഷ്ടപ്പെട്ടിരുന്നോ ഇല്ലയോ എന്ന്. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരാം. അനുമോള് വിജയിച്ചതിനെ പറ്റി എന്താണ്? ശരിക്കും അനുമോളായിട്ട് ഇഷ്ടമുണ്ടോ? ഇതൊരു ടാസ്ക് തന്നെയല്ലേ മിണ്ടാണ്ട് നിൽക്കണം എന്നുള്ളത്, അതാണോ? ബിഗ് ബോസ് കഴിഞ്ഞു, സംസാരിക്കാം. അനീഷിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അനുമോള് എന്റെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരുമോ എന്നുള്ള ഒരു മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. ഇതില് അനീഷിനെ അനുകൂലിക്കുന്നവരൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഈ അനീഷിനെ നോക്കി അനുമോള് ചിരിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച പുള്ളിക്കാരിക്ക് അനീഷിനോട് ഇഷ്ടമുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ആണുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണ് ചിരിച്ച് സംസാരിച്ചെന്നും പറഞ്ഞ് അവൾക്ക് പ്രേമമാണെന്ന് നിങ്ങൾ ആരും ഒരിക്കലും വിചാരിക്കരുത്. എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ നല്ലപോലെ ചിന്തിച്ചിട്ടാണ് വിവാഹം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. കാര്യം പെട്ടെന്ന് കയറി അങ്ങോട്ട് എടുത്തുചാടി എടുക്കുന്ന ഒരു കാര്യമല്ലത്. നല്ലപോലെ ആലോചിച്ചു. കാരണം ലൈഫ് ലോങ് ആണുങ്ങളെ പോലെയല്ല, പെൺകുട്ടികൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ടായിരിക്കും ആ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് ഈ അനുമോളുടേത്. കാരണം അനീഷ് എത്ര തവണ ഇങ്ങനെ സ്നേഹമാണ് എന്നുള്ളത് അറിയിച്ചു. പക്ഷെ അനുമോള് ആ ഒരു രീതിയിലേ എടുത്തിട്ടില്ലെന്ന് വേണം പറയാൻ. അപ്പൊ എനിക്ക് പറയാനുള്ള അനീഷിനാണ് ഇവിടെ തെറ്റു പറ്റിയത്. കാര്യം അനീഷ് അങ്ങനെ വിചാരിച്ചു, അനുമോൾ അങ്ങനെ സംസാരിച്ചപ്പോ അനീഷിന് ഇഷ്ടമാണെന്ന് വിചാരിച്ച എന്താണ് അനീഷിന്റെ തെറ്റാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ, അനീഷിന്റെയും അനുമോളുടെയും കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പോൾ കല്യാണ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അനുമോള് ചതിച്ചു, അനീഷിനെ ചതിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഒരു ബിഗ് ബോസിൽ ഒരുപാട് തവണ ഈ പിന്നെ നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ട്, ആദില നൂറ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ആദില നൂറ വരെ ഈ അനുമോളെ ചതിച്ചിട്ടുണ്ട്. കാരണം അത്രയും വിശ്വസിച്ച ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത് ഇവരെയൊക്കെ. പിന്നെ ബിഗ് ബോസിലെ കപ്പ് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പേര് പറയുന്നുണ്ട് PR വർക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി എന്തായാലും വിന്നർ ആയില്ലേ. അപ്പൊ എന്തായാലും ഇനി അനീഷിനോട് പറയാനുള്ളത്, ഇനി എന്തായാലും ആ പുള്ളിക്കാരിനെ വിട്ടേക്ക്. പുള്ളിക്കാരിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് എന്തായാലും അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അനീഷ് എന്തായാലും നല്ലൊരു വിവാഹം കഴിച്ച് അനീഷും ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി ഒരുപാട് പേര് ഇന്റർവ്യൂ ചോദ്യങ്ങളും ചോദിക്കാൻ ഒരുപാട് പേര് വരും അനീഷിന്റെ അടുത്ത്. പക്ഷെ എന്റെ അഭിപ്രായം അനുമോളെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തിൽ നമുക്ക് എല്ലാവരോടും ഇഷ്ടപ്പെട്ട എല്ലാം കിട്ടുവാണെങ്കിൽ എന്ത് സുഖമാണ്. എല്ലാം ഇഷ്ടപ്പെട്ട വാഹനം കിട്ടുന്നു, ഇഷ്ടപ്പെട്ട വീട് കിട്ടുന്നു, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടുന്നു, ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം എങ്ങോട്ട് പോയേനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ആ ഒരു ലെവലിൽ എടുക്കുക. അനീഷ് എന്തായാലും വിഷമിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് എത്ര പറയാനുള്ള വിഷമം കാണും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിനെ തന്നെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ഈ ലോകം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടത് കിട്ടത്തില്ല. അനീഷിന് നല്ല രീതിക്ക് അനുമോളെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.